ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ്, ബസ്ബൂസ. ഇത് അറബിക് കൺട്രീസിലൊക്കെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ക്രീം വെച്ചിട്ടുള്ള ബസ്ബൂസയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇത് റവ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്, അതുപോലെ 1 കപ്പ് റവ സെമോലിന, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ കുറച്ച് 1/2 കപ്പ് ഫ്രഷ് ക്രീം, അതുപോലെ 3 മുട്ട, പിന്നെ വാനില എസൻസ് ആണ് ആവശ്യം. ഞാനിവിടെ വാനില പൗഡറാണ് ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് പാലും, പിന്നെ 1/2 കപ്പ് ഷുഗറും. നമ്മളിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ ഇതിലേക്ക് 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാം. ഓവന് ഞാൻ 350 ഫാരൻഹീറ്റിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം ഒരു ബൗളിലിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം ഞാൻ റവ ചേർത്തു, പിന്നെ അതിലേക്ക് ഷുഗർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ വാനില പൗഡറും. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് നേരമൊന്നും മുട്ട ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലേക്ക്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഇനി അടുത്തത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഞാൻ 3 മുട്ടയാണ് ഇവിടെ എടുത്തത്. 3 മുട്ട അതിലേക്ക് ചേർത്തു, പിന്നെ 1 കപ്പ് ഓയിൽ, പിന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. ബസ്ബൂസ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിത് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, ക്രീം ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു ബസ്ബൂസയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ബീറ്റർ ഉപയോഗിക്കണം നിർബന്ധമില്ല, നമുക്ക് സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടൊക്കെ നന്നായി മിക്സ് ചെയ്താലും മതി. പിന്നെ കുറച്ച് പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്താൽ നമ്മളുടെ ബസ്ബൂസൻ്റെ ബാറ്റർ റെഡിയായി. ഞാൻ ഈ ഒരു ഗ്ലാസ് മോൾഡിലാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് ഗ്രീസ് ചെയ്യാം. ബട്ടർ ഉപയോഗിച്ചിട്ടോ ഗീ ഉപയോഗിച്ചിട്ടോ ഒന്ന് ഗ്രീസ് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കിയ ബാറ്ററിൻ്റെ ഹാഫ് ഒഴിക്കുക. അപ്പോൾ ആദ്യം ഈ ബാറ്റർ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കും. ഞാനിവിടെ 350 ഫാരൻഹീറ്റിൽ 13 മിനിറ്റാണ് വെക്കുന്നത്. സെൽഷ്യസിലാണെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 13 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് ഫില്ലിങ് ആഡ് ചെയ്തതിന് ശേഷം ബാക്കി ബാറ്ററും കൂടി ഒഴിച്ചിട്ട് നമ്മൾ പിന്നെയും ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കും. അതൊരു 2-3 പ്രോസസ്സായിട്ട് വരുന്നുണ്ട്, പക്ഷെ എന്നാലും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്, വെറൈറ്റിയുമാണ്. സാധാരണ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നതിലും ഒരു പാർട്ടിക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 400 ml പാലാണ് എടുത്തത്. അതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 400 ml പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഞാനിവിടെ 4 ടീസ്പൂൺ എടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇത് കുറച്ചൊരു ലൂസായിരുന്നു, പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചപ്പം കുഴപ്പമില്ലാതെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നാലും 4 ടേബിൾ സ്പൂണ് എടുക്കണം. അതുപോലെ ഷുഗറും 4 ടേബിൾ സ്പൂണ്, പിന്നെ ഫ്രഷ് ക്രീം കുറച്ച് അധികം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിലേക്കും കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ഇത് തിക്കാവുന്നത് വരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കോൺഫ്ലവർ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ തിക്കാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം.
അപ്പോൾ കോൺഫ്ലവർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പാലിനനുസരിച്ചിട്ട് കോൺഫ്ലവർ എടുക്കുക. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച ബസ്ബൂസിൻ്റെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ക്രീം ഒഴിച്ചു കൊടുക്കുക. ക്രീം ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി തിക്കാവുന്നതാണ് നല്ലത്, എന്നാൽ നല്ല സെറ്റായി കിട്ടും. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ ഒരു 3/4 മണിക്കൂറോ അരമണിക്കൂറോ നമ്മളിത് സെറ്റാവാൻ വേണ്ടി വെക്കുക. എന്നിട്ട് വേണം അടുത്ത ഹാഫ് ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിക്കാൻ. ഞാനിതിന് കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ചു. അതിന് ശേഷമാണ് അടുത്ത ബാറ്റർ ഒഴിക്കുന്നത്. ബാക്കി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇനിയും ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കും. അപ്പോൾ ഇനി ഇത് നമ്മൾ ഓവനിലേക്ക് വെക്കാൻ പോവാണ്. ഞാൻ പ്രീഹീറ്റ് ചെയ്തിരുന്നു 350 ഫാരൻഹീറ്റിൽ, നേരത്തെ പോലെ തന്നെ. പക്ഷേ 18 മിനിറ്റാണ് ഇതിന് വെക്കേണ്ടത്, മുകളിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ. അപ്പോൾ ഞാൻ ഓവനിലേക്ക് വെച്ചു. ആ സമയത്ത് നമുക്ക് ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളവും എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 3-4 ഡ്രോപ്പ്. ഒരു 3-4 മിനിറ്റ് നന്നായി തിളക്കണം. അപ്പോഴാണ് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാവുന്നത്. അപ്പോൾ നമ്മളുടെ ബസ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുകളിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെയാണ് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ 3 ലെയറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടുള്ള ബസ്ബൂസയാണല്ലോ, നമ്മളിപ്പം ഓവനിൽ നിന്ന് എടുത്തിട്ടല്ലേ ഉള്ളൂ. പക്ഷേ ഷുഗർ സിറപ്പ് അപ്പോൾ നല്ല തണുപ്പ് വേണം. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഷുഗർ സിറപ്പും ബസ്ബൂസയും ഒരുമിച്ച് ചൂടുള്ളത് ആവരുത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നു. അതിനുശേഷം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ വാൾനട്ടാണ് ഉപയോഗിച്ചത്, സാധാരണ പിസ്താഷ്യൂ ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിനി ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം ഞാനിവിടെ എടുത്തു. ഇനി കട്ട് ചെയ്യാൻ നോക്കുകയാണ്. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്തു. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നല്ല സെറ്റായിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കേക്കൊക്കെ നല്ല ഫ്ലഫി ആയിരുന്നു. അതുപോലെ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്രീമിലേക്കും അതുപോലെ താഴത്തെ ലെയറിലേക്കൊക്കെ ഷുഗർ സിറപ്പ് ഇറങ്ങി വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും പുഡിങ്ങും പായസമൊക്കെ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഒരു വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.